ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS NC എൻട്രൻസ് എക്സാമിനേഷനിൽ വരുന്ന കമ്പ്യൂട്ടർ ബേസിക്സിലുള്ള സെക്കൻഡ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കമ്പ്യൂട്ടർ ബേസിക്സിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്ട്രക്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ CPU അതാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ, വാട്ട് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ, ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് എന്താണ്, ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കമാൻഡ്സ് ആണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കമാൻഡ്സിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ യൂഷ്വലി കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജസിലായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്, ഇങ്ങനെ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജസിലായിരിക്കും നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. കമ്പ്യൂട്ടറിന് ഹ്യൂമൻസിനെ പോലെ തിങ്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കും, കമ്പ്യൂട്ടറിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യും. അതാണ് ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ പറയുന്നത് വാട്ട് ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൗ ടു ഡു, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം ആൻഡ് എങ്ങനെ ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷനിലൂടെ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഈ ഇൻസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിൽ 5 ടൈപ്സ് ആണ് ഉള്ളത്. ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, കൺട്രോൾ ഇൻസ്ട്രക്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഈ ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാ ഇയറും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം. 1 or 2 ക്വസ്റ്റ്യൻസ് ഈ ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിലുള്ള ടൈപ്സിൽ ഫസ്റ്റ് വൺ ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിലാണെങ്കിൽ ആക്ച്വലി നമ്മൾ ഡേറ്റാനെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് മൂവ് ചെയ്യും. അതാണ് ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഈസ് മൂവ് ഡേറ്റ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഫോർ എക്സാമ്പിൾ മൂവ് A, B. ഇത് ആക്ച്വലി അസംബ്ലി ലാംഗ്വേജ് ആണ്, MOV മൂവ്. ഇത് മീനിങ് നോർമൽ മൂവാണ്, MOV മൂവാണ് ഇത് മൂവ് ചെയ്യുന്നത്. മൂവ് A, B ഇങ്ങനെ പറയുമ്പോൾ നമ്മളുടെ B രജിസ്റ്ററിലുള്ള ഡേറ്റയെ A രജിസ്റ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണ്. സെക്കൻഡ് വൺ ആണ് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ. അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആഡ് A, B. ആഡ് എന്ന് പറയുന്നത് അഡീഷൻ, അതിൻ്റെ കീവേഡാണ് ആഡ്, ADD. ആഡ് A, B എന്ന് പറയുമ്പോൾ ആഡ് ദ വാല്യൂ ഓഫ് B ടു A ആൻഡ് B ആഡായി കിട്ടും. തേർഡ് വൺ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ ആക്ച്വലി ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് ആൻഡ്, ഓർ ഇതൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആൻഡ് A, B ഇങ്ങനെ കൊടുക്കുമ്പോൾ എയ്ക്കും ബിക്കും ആൻഡ് ഓപ്പറേഷന് പെർഫോം ചെയ്യും. ദെൻ ഫോർത്ത് വൺ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ഇത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ സീക്വൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് വയ്ക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് ഈ ലൈനിൽ നിന്ന് ഇതിൻ്റെ എക്സിക്യൂഷൻ വേറൊരു ലൈനിലോട്ട് പോകണമെങ്കിൽ അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാം. ഇത് ആക്ച്വലി ഇൻസ്ട്രക്ഷൻ്റെ സീക്വൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് JMP ഈസ് ജമ്പ്, പിന്നെ കോൾ, RET എക്സെട്ര. എക്സാമ്പിൾ JMP മീൻസ് ജമ്പാണ്, ജമ്പ് ലേബിൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ആക്ച്വലി നമ്മളിപ്പോൾ കറൻ്റ്ലി എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ആ പ്രോഗ്രാമിങ്ങിൽ ലേബിൾ എന്ന് മാർക്ക് ചെയ്ത പാർട്ടിലോട്ട് ജമ്പായി പോകും. പിന്നെ ഫിഫ്ത്ത് വൺ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആണ്. ഇത് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കീവേഡ്സ് ഇന്ന്, ഔട്ട് ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് 5 ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ. ഇനി ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നതെന്ന് നോക്കാം. ഇത് എക്സിക്യൂട്ട് ആവുന്ന ഇതിൻ്റെ പേരാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. എങ്ങനെയാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ആവുന്നത്, അതിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നും പറയും. അപ്പോൾ ഇതിൽ 4 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ഫെച്ച് ആണ് ഇതിൻ്റെ ഫസ്റ്റ് സൈക്കിളിലുള്ള ഫസ്റ്റ് പ്രോസസ്സ്. അപ്പം മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് എടുക്കും, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമ്മൾ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് എടുത്തതിന് ശേഷം ആ ഇൻസ്ട്രക്ഷനിൽ എന്താണോ ഉള്ളത് എന്ന് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കും, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ഡീകോഡ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യും, ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യും യൂസിങ് CPU. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ
സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിളിലുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ്: ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് സ്റ്റോർ. ഇതിനെ നമ്മൾ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ എന്നും പറയും. ഇൻസ്ട്രക്ഷൻ സൈക്കിളിനെ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ എന്നും പറയും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ സ്ട്രക്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കി, ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ നോക്കി, അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ആവുന്നതെന്ന് നോക്കി. ഇനി ഈ ഇൻസ്ട്രക്ഷൻ്റെ സ്ട്രക്ചർ നോക്കാം. ഈ ഇൻസ്ട്രക്ഷനിൽ മെയിൻലി 3 ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ 2 കോമ്പോണൻറ്റ്സ് ആണ് നമ്മൾ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുന്നത്, വേറെ ഒരെണ്ണം ഓപ്ഷണലാണ്. അപ്പോൾ ഇതിലുള്ള കോമ്പോണൻറ്റ്സ് ആണ് ഫസ്റ്റ് വൺ ഓപ്പ് കോഡ്. ഓപ്പ് കോഡിൻ്റെ ഫുൾ ഫോം ഓപ്പറേഷൻ കോഡാണ്. സെക്കൻഡ് വൺ ഓപ്പറാൻഡ്. ഓപ്പറാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻ എടുക്കാം, a is equal to 2 + 3 ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഈ 2ഉം 3യും ഓപ്പറാൻഡാണ്, ഈ പ്ലസ് ഓപ്പറേറ്ററാണ്, ഈ ഈക്വൽ ടു ഓപ്പറേറ്ററാണ്. അപ്പോൾ ഓപ്പറാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ a, 2, 3 ഇതൊക്കെ ഓപ്പറാൻഡ്സ് ആണ്. ഈക്വൽ ടു, പ്ലസ് ഇത് രണ്ടും ഓപ്പറേറ്ററാണ്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഇതിൽ വരുന്ന സെക്കൻഡ് കോമ്പോണൻ്റ് ആണ് ഓപ്പറാൻഡ്. ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഓപ്പറാൻഡ്സ്. ഒരു ഓപ്പറാൻഡ് മാത്രം വരണമെന്നില്ല, ഓപ്പറാൻഡ്സ്, 1 or more ഓപ്പറാൻഡ്സ് കാണും. ഇനി അതിലുള്ള തേർഡ് വൺ ആണ് അഡ്രസ്സിങ് മോഡ്. അഡ്രസ്സിങ് മോഡ് ഇതിൽ ഓപ്ഷണലാണ്, നമുക്ക് കൊടുക്കണം എന്നില്ല, കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ കമ്പൽസറി ആയിട്ട് വരുന്നത് ഓപ്പ് കോഡും ഓപ്പറാൻഡാണ്. ഓപ്പ് കോഡ് ഇസ് ഓപ്പറേഷൻ കോഡ്. അപ്പോൾ ഓരോന്ന് നോക്കാം. ഓപ്പറേഷൻ കോഡിൽ ഇറ്റ് ടെൽസ് ദ CPU വാട്ട് ഓപ്പറേഷൻ ടു പെർഫോം. ഓപ്പറേഷൻ കോഡിൽ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ ഓപ്പറേഷൻ കോഡിൽ കൊടുക്കുന്നത്. ഓപ്പറേഷൻ കോഡ് ഇസ് ഓപ്പ് കോഡ്. ഓപ്പ് കോഡിൽ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത് അതാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ അഡീഷനാണോ, സബ്ട്രാക്ഷനാണോ, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതാണോ, ജമ്പ് ചെയ്യുന്നതാണോ, ഇങ്ങനെ ഓപ്പറേഷൻ്റെ പേരാണ് അതിൽ കൊടുക്കുന്നത്. ഇനി ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഓപ്പറാൻഡ്സ്, അതിൽ ഇറ്റ് ടെൽസ് ദ CPU വേർ ടു ഫൈൻഡ് ദ ഡേറ്റ. ഇറ്റ് ക്യാൻ ബി 1 or more ഓപ്പറാൻഡ്സ്. അപ്പോൾ ഓപ്പറാൻഡ് എവിടെ നിന്നാണ് നമ്മൾ ഡേറ്റ എടുക്കേണ്ടത് അതാണ് ഈ ഓപ്പറാൻഡ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രം രജിസ്റ്റർ ഓർ ഫ്രം മെമ്മറി എക്സെട്ര. ആൻഡ് ഓപ്പറാൻഡ് നമുക്ക് 1 or more ഓപ്പറാൻഡ്സ് കാണും. ഇനി തേർഡ് വൺ അഡ്രസ്സിങ് മോഡാണ്. ഇറ്റ് ടെൽസ് ദ CPU ഹൗ ടു ഇൻ്റർപ്രറ്റ് ദി ഓപ്പറാൻഡ്. ഓപ്പറാൻഡിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡയറക്റ്റ് ആയിട്ടാണോ ഇൻഡയറക്റ്റ് ആയിട്ടാണോ, ലൈക്ക് വെദർ ടു ടേക്ക് വാല്യൂ ഡയറക്റ്റ്ലി ഓർ ഗോ ടു ദ മെമ്മറി ടു ഫെച്ച് ഇറ്റ്. ഡയറക്റ്റ്ലി വാല്യൂ എടുക്കണോ അല്ലെങ്കിൽ മെമ്മറി പോയിട്ട് അവിടെ ഉള്ള വാല്യൂ എടുക്കണോ, ഇങ്ങനെയൊക്കെ അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് അഡ്രസ്സിങ് മോഡ്. അഡ്രസ്സിങ് മോഡ് ഓപ്ഷണലാണ്. ഓപ്പ് കോഡോ ഓപ്പറാൻഡ് മാത്രമാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓപ്പ് കോഡിൽ നമ്മൾ ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് അതായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ഓപ്പറാൻഡിൽ ഫ്രം വേർ ടു ഫൈൻഡ് ദ ഡേറ്റ അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഈ ഓപ്പ് കോഡ്, ഓപ്പറാൻഡ് ഇതെല്ലാം ബിറ്റ്സിലായിരിക്കും. ബിറ്റ്സ്, 0s and 1s. ബൈനറി ലാംഗ്വേജ് മാത്രമാണ് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ്. അപ്പോൾ ഈ ഓപ്പ് കോഡ്, ഓപ്പറാൻഡ് അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ബിറ്റ്സിലായിരിക്കും. ദെൻ ഇനിയുള്ളത് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ബേസ്ഡ് ഓൺ ലെങ്ത്ത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സീറോ അഡ്രസ്. ഇതിനൊക്കെ നമ്മൾ MCA വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പഠിക്കേണ്ട, ബേസിക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് സീറോ അഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താണ്, 1 അഡ്രസ് മീൻസ് വാട്ട്, അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ സീറോ അഡ്രസ്സിൽ നോ ഓപ്പറാൻഡ് ആണ്, ഓപ്പറാൻഡ് ഒന്നും കാണത്തില്ല, അതാണ് സീറോ അഡ്രസ്. എക്സാമ്പിൾ RET ഈസ് റിട്ടേൺ. ഇതിൽ ഓപ്പറാൻഡ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഏത് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് സീറോ അഡ്രസ്സാണ്. ഇനിയുള്ളത് 1 അഡ്രസ്. 1 അഡ്രസ്സിൽ ഒരു ഓപ്പറാൻഡ് മാത്രം കാണും. ഫോർ എക്സാമ്പിൾ INCA, ഇറ്റ് മീൻസ് ഇൻക്രിമെൻറ്റ് എ വാല്യൂ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ഉണ്ട്, ഒരു ഓപ്പറാൻഡും ഉണ്ട്, ഓപ്പ് കോഡുണ്ട്, ഒരു ഓപ്പറാൻഡും ഉണ്ട്. ഒരു ഓപ്പറാൻഡ് ഉള്ളതാണ് 1 അഡ്രസ്. ഇനിയുള്ളത് 2 അഡ്രസ്സാണ്. 2 അഡ്രസ്സിൽ 2 ഓപ്പറാൻഡ്സ് കാണും. ഫോർ എക്സാമ്പിൾ മൂവ് A, B. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൽ ഈ എയും ബിയും ഓപ്പറാൻഡ്സ് ആണ്, ഈ 3 പറയുന്നത് ഓപ്പ് കോഡാണ്. ഇവിടെ 2 ഓപ്പറാൻഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് 2 അഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ബിയുടെ കണ്ടൻറ്റ് എയിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. ഇനിയുള്ളത് 3 അഡ്രസ്സാണ്. 3 അഡ്രസ്സിൽ നമ്മൾ 3 ഓപ്പറാൻഡ്സ് യൂസ് ചെയ്യും. ആഡ്,
എ കൊമ ബി കൊമ സി ഇങ്ങനെ 3 ഓപ്പറാൻഡ്സ് യൂസ് ചെയ്യുന്നതാണ് 3 അഡ്രസ്സ്. ഇതിൽ ആക്ച്വലി ബി ആൻഡ് സി നമ്മൾ ആഡ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എയിൽ സ്റ്റോർ ചെയ്യും. ഇതിൽ എ ബി സി ഇത് 3 ഓപ്പറാൻഡ്സ്. ആഡ് എന്ന് പറയുന്നത് ഓപ്പ് കോഡാണ്. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഓപ്പറാൻഡ്സ് വി ആർ യൂസിങ്. ഇതിനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഫോമാറ്റ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 0 അഡ്രസ്, 1 അഡ്രസ്, 2 അഡ്രസ് ആൻഡ് 3 അഡ്രസ്. ആൻഡ് ഈ ഓരോ ഇൻസ്ട്രക്ഷൻ്റെ ലെന്തും ഫിക്സഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഫിക്സഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആയിരിക്കും. എക്സാമ്പിൾ 16 ബിറ്റ്സ്, 32 ബിറ്റ്സ് എക്സെട്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ CPU. ഇതുപോലെ കൂടുതൽ വീഡിയോസിന് PTM ലേണേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്